ഈ സ്ത്രീയെ നിങ്ങൾക്കറിയുമോ? ഇവരുടെ പേര് ലക്ഷ്മികാന്ത്. ഇവരെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. സംഘികളുടെ രോമാഞ്ചമാണ്. സനാതന ധർമ്മം എന്ന അച്ചുതണ്ടിൽ സദാസമയം കറങ്ങിക്കൊണ്ടു നടക്കുന്ന ഒരു മഹിളാ രത്നമാണ് ഇവർ എന്നാണ് ഈ സ്ത്രീയുടെ വിശ്വാസം. എന്നാൽ സദാസമയം കൊടും വിഷം തുപ്പിക്കൊണ്ട് നടക്കുന്ന ഈ സ്ത്രീക്ക് കേരള സമൂഹം ഇട്ടിരിക്കുന്ന വില പബ്ലിക് ടോയ്ലറ്റിൽ നിന്നും വരുന്ന ദുർഗന്ധത്തേക്കാൾ 100 മടങ്ങ് ദുർഗന്ധം പേറിയവൾ എന്ന്. എപ്പോഴും ഹൈന്ദവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. പക്ഷേ തൊലി വെളുത്തുപോയവരുടെ കൂടെ മാത്രമാണ്, അല്ലാതെ തൊലി കറുത്തു പോയവൻ്റെ അടുത്ത് സനാതനം പറയാൻ ഇവർ വരത്തില്ല. കാരണം ഇവർക്കൊരു കൾച്ചറുണ്ട്. ഇവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. എൻ്റെ ഈശ്വരോ, വെളുപ്പാങ്കാലത്ത് വെളിച്ചെണ്ണ ക്ലാസ്സിലേക്ക് പോകുന്ന എത്ര കുരുന്നുകൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു. ഒരെണ്ണത്തിനെയും മരണം വരെ ശിക്ഷിക്കാൻ ഒരു മതേതരൻ ആരെങ്കിലും മുൻകൈ എടുത്തോ? ഒരു മതേതരൻ ആരെങ്കിലും മുൻകൈ എടുത്തിട്ടുണ്ടോ? പൗരത്വ ബില്ലിന് അനുകൂലമായി സംസാരിച്ച പത്മരാജൻ മാഷിനെ പെടുത്തി എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ വായിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന വാക്കുകൾ കൈകൊണ്ട് എഴുതിയെടുത്ത് അത് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന ഈ സ്ത്രീയെ ആരെങ്കിലും ഇവർ യഥാർത്ഥ ദൈവവിശ്വാസി എന്ന് പറയുമോ? എത്ര വൃത്തിഹീനമായ വാക്കുകൾ, വളരെ മ്ലേച്ഛമാണ്. ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണെന്ന് നോക്കണം. പാവപ്പെട്ട ഒരു മുസ്ലിം കുട്ടിയെ വളരെ ക്രൂരമായി 1 തവണ പീഡിപ്പിച്ച പത്മരാജൻ എന്ന കൊടൂരമായ ക്രിമിനലിനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണോ ഇവിടെ സനാതനധർമ്മം? ഇതിനെയാണോ സനാതനധർമ്മം എന്ന് വിളിക്കുക? എല്ലാ ഹൈന്ദവർക്കും അപമാനമാണ് ഇവർ. പത്മരാജൻ എന്ന ബലാത്സംഗ വീരൻ വർഷങ്ങളായി ഈ കേസ് വലിച്ചു നീട്ടുകയായിരുന്നു. കാരണം ഇയാൾക്ക് സപ്പോർട്ട് ചെയ്യുവാൻ ഒരുപാട് ആൾക്കാർ ഇയാളുടെ പിറകിലുണ്ട്. അതുകൊണ്ടാണ് ഇയാൾക്ക് ശിക്ഷ കിട്ടാതെ ഈ 6 വർഷം വരെ ഇയാൾ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ഒടുക്കം നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അടച്ചപ്പോൾ ഇയാളെ തൂക്കിയെടുത്ത് ഉള്ളിലിട്ടു. അന്ന് അന്വേഷിച്ച എല്ലാ പോലീസുകാരും കുറ്റക്കാരാണെന്ന് കണ്ടുപിടിച്ചു. പക്ഷേ അവിടെ നേരെ ഒരു ആക്ഷനുമില്ല. മാഷന്മാരും ഉസ്താദുമാരും ആരുമായിക്കൊള്ളട്ടെ, ഇതുപോലെ ചെയ്യുന്ന ചെറ്റകളെ അൽത്തുറങ്ങിൽ അടച്ചുകൊണ്ട് വെളിച്ചം കാണാത്ത വിധം ഇവർ അകത്ത് തന്നെ ഇരിക്കണം. പിന്നെ ഇവിടെ ഒരു പ്രധാനമായ ഒരു വിഷയം എടുത്തു പറയേണ്ടതുണ്ട്. ഈ RSSകാരനായ ഈ മനുഷ്യൻ പീഡിപ്പിച്ചത് ഒരു ഇസ്ലാം മത വിശ്വാസിയായ ഒരു പെൺകുട്ടിയാണ്. ഇത് തിരിച്ചാണെങ്കിലോ, ഇസ്ലാം മത വിശ്വാസിയായ ഒരുത്തൻ ഒരു ഹൈന്ദവ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നെങ്കിൽ ഈ RSSും BJPയും വെറുതെ ഇരിക്കുമോ? അവരെ കയ്യിൽ കിട്ടിയ തല്ലിക്കൊന്നുകൊണ്ട് അവരുടെ കുടുംബം ഫുൾ ടോസ് കൊണ്ട് ഇടിച്ച് നിരപ്പാക്കിയനെ. നീതി നിയമവും ഇയാൾക്ക് കഴിഞ്ഞ 6 വർഷമായി സംരക്ഷണം ഒതുക്കുമായിരുന്നു. അവസാനം നിവൃത്തിയില്ലാതായപ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഈ സ്ത്രീയുടെ മകളെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ വെറുതെ ഇരിക്കുമോ? ഈ സ്ത്രീകളെ പോലെ ഒരുപാട് സംഘിണികൾ പറയുന്നത് കാക്ക കൊത്തരുത്, കാക്ക കൊത്താൻ വിടാൻ പാടില്ല. പക്ഷേ ഇവിടെ പിന്നിലിരിക്കുന്ന കഴുകന്മാരാണ്. അവർ കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ തല മാത്രമേ കിട്ടത്തുള്ളൂ, വേറെ ഉടലൊന്നും കിട്ടില്ല. ഇസ്ലാം വൈരാഗ്യം എന്നുള്ളത് ഇവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചെയ്തിട്ടുള്ളതാണ്. ഇവരെല്ലാം ഈ ലോകത്തിന് തന്നെ അപമാനമാണ്.